Okay, in last day we have studied the basics of operation amplifier. ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ പഠിച്ചത്. എന്താണ് ഒരു ഐഡിയൽ ഓപ്പാമ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, എങ്ങനെയാണ് ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയർ ആംപ്ലിഫൈ ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ ജസ്റ്റ് ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറും നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറും വെച്ചിട്ട് നമ്മൾ കണ്ടു. ഇനി ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻ എന്താണ്, ക്ലോസ്ഡ് ലൂപ്പ് കോൺഫിഗറേഷൻ എന്താണെന്ന് അതുപോലത്തെ കാര്യങ്ങളായിരുന്നു നമ്മൾ നോക്കിയത്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള. ഞാൻ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ നമ്മൾ കണ്ടായിരുന്നു. അതിൻ്റെ ഔട്ട്പുട്ട് ഗെയിൻ എന്ന് പറയുന്നത് -RF/R1 ആണ് അതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത്. അതിനകത്ത് മൈനസ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ദെയർ വിൽ ബി എ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. അല്ലെങ്കിൽ നമ്മളൊരു പോസിറ്റീവ് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് നെഗറ്റീവ് സിഗ്നലായിരിക്കും. നെഗറ്റീവായിട്ട് ആംപ്ലിഫൈ ചെയ്ത് സിഗ്നലായിരിക്കും കിട്ടുന്നത് ഇൻവെർട്ടിംഗ് ടെർമിനൽ സിഗ്നൽ കൊടുത്താൽ. ഇനി നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലാണെങ്കിൽ അതിൻ്റെ ഗെയിൻ ഞാൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളാരെങ്കിലും കണ്ടുപിടിച്ചായിരുന്നു അതിൻ്റെ ഗെയിൻ എത്രയാണെന്ന്? നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ ആരെങ്കിലും ഒന്ന് പറയാമോ? നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ ഓക്കെ. ഞാൻ ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണെങ്കിലും അത് പറയാനായിട്ടൊരു കാര്യമുണ്ട്. കാരണം ഈ കാര്യം നമ്മൾ തന്നെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നമുക്കൊരു 70-75% പ്രോബ്ലം നമുക്ക് തന്നെ ചെയ്യാനായിട്ട് പറ്റും ഈ ഐഡിയകളുണ്ടെങ്കിൽ. കാരണം നമ്മൾ ഓപ്പറേഷൻ ആംപ്ലിഫയർ പഠിച്ചു കഴിഞ്ഞപ്പോൾ 2 ബേസിക് ആയിട്ടുള്ള ഗോൾഡൻ റൂൾസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു ഗോൾഡൻ റൂൾസ്? 1 റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പാമ്പ് ഡ്രോസ് നോ കറണ്ട് എന്നുള്ളതാണ്. ഓപ്പാമ്പിൻ്റെ ഇൻപുട്ട് ടെർമിനലിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യില്ല. കാരണം എന്താണ്? നമ്മൾ ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഓപ്പറേഷൻ ആംപ്ലിഫയർ ആണ് നമ്മൾ എല്ലാ പ്രോബ്ലത്തിലും കൺസിഡർ ചെയ്യുന്നത്. എക്സെപ്റ്റ് ആ ആംപ്ലിഫയറിൽ നമ്മൾ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതൊരു പ്രാക്ടിക്കൽ ആംപ്ലിഫയർ ആണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളെല്ലാം തന്നെ ഐഡിയൽ ആംപ്ലിഫയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഒന്നാമത്തെ ഗോൾഡൻ റൂൾ എന്താണ്? ഓപ്പാമ്പ് ഡ്രോസ് നോ കറണ്ട്. ആൻഡ് സെക്കൻഡ് ഗോൾഡൻ റൂള് വെർച്വൽ സിഗ്നൽസ് കൺസെപ്റ്റാണ്. എന്താണോ ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ ഒരു ഇൻപുട്ട് ടെർമിനലിൽ കൊടുക്കുന്നത്, അടുത്ത ഇൻപുട്ട് ടെർമിനലും ഇൻവെർട്ടിംഗ് ഇൻപുട്ട് ടെർമിനലുണ്ടാവും, നോൺ ഇൻവെർട്ടിംഗ് ഇൻപുട്ട് ടെർമിനലുണ്ടാവും. 2 ടെർമിനലിലും ഒരേ സിഗ്നൽ തന്നെയായിരിക്കും കിട്ടുന്നത് എന്നുള്ളതാണ് അതിന് ഗോൾഡൻ റൂൾ സെക്കൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോൾഡൻ റൂൾസാണ്. കാരണം എല്ലാ പ്രോബ്ലത്തിലും നമ്മളത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനി നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത്, ആംപ്ലിഫയറിൻ്റെ ഗെയിൻ എ എന്ന് പറയുന്നത് 1 RF/R1 ആണ്. ഇവിടെ നമുക്ക് നെഗറ്റീവ് സൈനൊന്നും ഗെയിന് കാണാൻ സാധിക്കില്ല. അതായത് അതിന് പോസിറ്റീവ് ഗെയിനാണുള്ളത്. ഓക്കെ, പോസിറ്റീവ് ഗെയിനാണുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സിഗ്നൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്നത് ദർ വിൽ ബി നോ ഫേസ് ഷിഫ്റ്റ്. ഒരു സൈനസോയിഡൽ സിഗ്നലാണ് കൊടുക്കുന്നതെങ്കിൽ അത് ഔട്ട്പുട്ടിൽ ഇൻപുട്ടിൽ കൊടുക്കുന്നതെങ്കിൽ ഔട്ട്പുട്ടിലും സൈനസോയിഡൽ സിഗ്നൽ തന്നെയായിരിക്കും കിട്ടുന്നത് വിത്തൗട്ട് എനി ഫേസ് ഷിഫ്റ്റ് ഒന്നുമില്ലാതെ ഒരു ആംപ്ലിഫൈ ചെയ്തിട്ടാണ് കിട്ടുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു ഫീഡ്ബാക്ക് ആംപ്ലിഫയർ RFൻ്റെ വാല്യൂ 10 കിലോ ഓമും R1ൻ്റെ വാല്യൂ 1 കിലോ ഓം ആണെന്ന് വിചാരിക്കുക. ഹിയർ ദ ഗെയിൻ വിൽ ബി -10. ആൻഡ് ഹിയർ ദ ഗെയിൻ വിൽ ബി 11. ഇത് -10 ആയിരിക്കും, ഇത് 11 ആയിരിക്കും. ഓക്കെ, നമ്മൾ ഓപ്പറേഷൻ ഇത്തരം കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്തതേ ഉള്ളൂ. ഇനി ഞാൻ പറയുന്നത്, നമ്മൾ ഇൻവെർട്ടിംഗ് ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ കേസ് പഠിച്ചു കഴിഞ്ഞപ്പോൾ അത് തന്നെ പറഞ്ഞു. ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ സാധിക്കുന്ന ആംപ്ലിഫയറാണ്. ഇറ്റ് ക്യാൻ ബി ആക്ടാസ് ഓപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, ഇൻ്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ, ലോഗരിതം, ആൻറ്റി ലോഗരിതം, അതുപോലെ എന്ത് കാണാനായിട്ട് പറ്റുന്നതാണ്. ഇപ്പോൾ അഡീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 വോൾട്ടേജുകൾ നമ്മൾ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ആർഡർ സർക്യൂട്ട്, എന്താണ് ഒരു ആർഡർ സർക്യൂട്ട് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇതുപോലത്തെ കാര്യങ്ങൾ നോക്കിയതിന് ശേഷം നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. പ്രീവിയസ് ഇയർ ചോദിച്ച പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ, ഒരു ആർഡർ സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം that I have an operation amplifier, positive, negative,
that I have signal VA, VB, VC, R, VC, and this is ground. So this is simply an inverting amplifier with 3 input signal. ഇവിടെ 3 input signals ഉണ്ട്, VA, VB and VC. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ജംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ കൺസിഡർ ദിസ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ ഈസ് VA. സെൻറ്ററിലുള്ള VA ആണ് അതിൻ്റെ ജംഗ്ഷൻ പൊട്ടൻഷ്യലിൽ നിന്ന് എടുക്കുന്നത്. സോ വാട്ട് വിൽ ബി ദ VA? according to this VA should be 0 voltage, വെർച്വൽ ഗ്രൗണ്ടാണ്. കാരണം ഇവിടെ എന്ത് സിഗ്നൽ ആയിരിക്കുമോ അത് തന്നെയായിരിക്കും ആ ടെർമിനലും വരുന്നത്. സോ യു ക്യാൻ സേ ദാറ്റ് ഇസ് എ വെർച്വൽ ഗ്രൗണ്ട് concept. And apply KCL at VA. Once we apply KCL at VA, you will get VA യിൽ KCL അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടും VA മൈനസ് VA, ഈ VA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മോൾ VA, ദറ്റ് ഈസ് ഇൻപുട്ട് വോൾട്ടേജ്, ഡിവൈഡഡ് ബൈ R1 പ്ലസ് VA മൈനസ് VB ഡിവൈഡഡ് ബൈ R1 പ്ലസ് VA മൈനസ് VC ഡിവൈഡഡ് ബൈ R1 പ്ലസ് VA മൈനസ് V0 ഡിവൈഡഡ് ബൈ RF ഈസ് ഈക്വൽ ടു 0 അല്ലേ. സോ ഇഫ് യു അപ്ലൈ KCL we will get VA minus VA divided by R1 plus VA minus VB divided by R1 plus VA minus VC divided by R1 plus VA minus V0 divided by RF is equal to 0. So put VA is equal to 0, you will get minus VA divided by R1 plus minus VB divided by R1 plus minus VC divided by R1 is equal to ഇത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ V0 divided by RF. So I will get minus VB divided by R1 plus minus VC divided by R1 V0 divided by R. Fine. So ഇതിനകത്ത് 1 by R1 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ you will get minus 1 by R1 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ you will get VA plus VB plus VC is equal to V0 divided by RF. So what will be the V0? So V0 is nothing but minus RF by R1 VA plus VB plus VC. Here minus RF by R1 is a constant because these are the resistance. So minus RF by R1 is a constant. So V0 is proportional to VA plus VB plus VC. So we can say that this is an adder circuit. Input സിഗ്നലിലേക്ക് ആഡ് ചെയ്യുന്ന സർക്യൂട്ടാണ് നമുക്ക് ഈ കാണിച്ചിരിക്കുന്നത്. So we can use this operation amplifier as an adder circuit. ഓക്കെ, ഇനി ഇതുപോലെ എത്ര ഇൻപുട്ടുകൾ വേണമെങ്കിലും ഇങ്ങനെ റെസിസ്റ്റൻസ് വഴി കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കൊരു ആഡർ സർക്യൂട്ടായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. ഓരോ ആപ്ലിക്കേഷൻ വൈസ് ഞാൻ പറയുന്നതാണ്, അതിന് ശേഷം നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഓക്കെ, ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് പ്രോബ്ലം എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റും. ഈ കാര്യം ക്ലിയർ ആണല്ലോ അല്ലേ? ആഡർ സർക്യൂട്ട് എന്താണെന്ന് ക്ലിയർ അല്ലേ? ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് സബ്സ്ട്രാക്ടർ എങ്ങനെയാണ് സബ്സ്ട്രാക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ സബ്സ്ട്രാക്ടർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജാണ് സബ്സ്ട്രാക്റ്റ് ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്ന 2 അനലോഗ് വോൾട്ടേജോ
അല്ലെങ്കിൽ ഡി സി വോൾട്ടേജൊക്കെയാണ് സബ്സ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ സബ്സ്ട്രാക്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ട് ടെർമിനൽ നമുക്കറിയാം ഇൻപുട്ടിൽ കൊടുത്തിരിക്കുന്ന വോൾട്ടേജിൻ്റെ അതിൻ്റെ ഡിഫറൻസാണ് ആംപ്ലിഫൈ ചെയ്യുന്നതെന്നറിയാം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ടെർമിനലിൽ സിഗ്നൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് എ സബ്സ്ട്രാക്ടർ ലൈക്ക് ദിസ്. Consider I am applying V1 here. V1 is applying to the first terminal and V2 is applying to the second terminal, and let these resistance are R1, and here I am applying RF. I am applying RF here. This is V0. ഓക്കെ, അതെങ്ങനെയാണ് സബ്സ്ട്രാക്ടറായിട്ട് വർക്ക്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടേണ്ടത് V2 - V1 ഫോമിലാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ടത്. സോ അങ്ങനെ തന്നെയാണ് കിട്ടുന്നതെന്ന് നോക്കാം. നമുക്കിപ്പോൾ ഇതിനകത്ത് അറിയാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ് ദിസ് വോൾട്ടേജ് ഈസ് VB ആയിട്ട് എടുക്കുക, ദിസ് വോൾട്ടേജ് VA ആയിട്ട് എടുക്കുക. ഇതാണ് സത്യത്തിൽ ഈ ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിലേക്ക് വരുന്ന രണ്ട് വോൾട്ടേജസ്. ഇവിടെ നമ്മൾ കൊടുക്കുന്നതിൻ്റെയും റെസിസ്റ്റൻസ് കൊടുക്കുന്ന കാരണം ഇൻ എഫക്റ്റ് VA ആണ് ഇൻവെർട്ടിംഗ് ടെർമിനലിൽ വരുന്ന ഇൻപുട്ട്, VB ആണ് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ വരുന്ന ഇൻപുട്ട്. ഓക്കെ, സോ വാട്ട് വിൽ ബി ദ VB വാല്യൂ? വാട്ട് ഈസ് VB? VB ഈസ് ഈക്വൽ ടു കറണ്ട് ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യില്ല, പമ്പ് ഡ്രോസ് നോ കറണ്ടാണ്, ഇങ്ങോട്ടേക്കും ഫ്ലോ ചെയ്യില്ല. അപ്പോൾ VB എന്ന് പറയുന്നത് എന്താണ്? V2 × RF ഡിവൈഡഡ് ബൈ R1 + RF ആണ്. ഈ ഇക്വേഷൻ വന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയോ? ഇക്വേഷൻ വന്നതിൽ ഡൗട്ടുണ്ടോ നിങ്ങൾക്ക്? V2 is equal to VB is equal to V2 multiplied by RF ഡിവൈഡഡ് ബൈ R1 + RF വന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ക്ലിയർ ആണ് ഞാൻ പറയണത്? ഓക്കെ, ഇനി സോ VB കിട്ടി. സോ വി ഓൾസോ നോ ദാറ്റ് VB ഈസ് ഈക്വൽ ടു VA. VAയും ഒന്നാണെന്ന് നമുക്കറിയാം. ഓക്കെ, നമ്മളത് അവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ KCL VAയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? അപ്ലൈ KCL. ദിസ് ഈസ് ഇക്വേഷൻ 1. അപ്ലൈ KCL. കാരണം എന്താണ്? നമ്മുടെ ഈ ബ്രാഞ്ചിലാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഉള്ളത്. നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജാണ് കണ്ടത്. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻ ദ ഫോം ഓഫ് V1 കിട്ടും. സോ VA ഈസ് ഈക്വൽ ടു VB ആണ്. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻ ദ ഫോം ഓഫ് V1 ആൻഡ് V2 കിട്ടും. നമുക്ക് നോക്കാം. VAയിൽ നമ്മൾ KCL അപ്ലൈ ചെയ്താൽ VA - V1 ഡിവൈഡഡ് ബൈ R1 + VA - V0 ഡിവൈഡഡ് ബൈ RF ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ ജസ്റ്റ് ഞാനത് എഴുതാം. VA - V1 ഡിവൈഡഡ് ബൈ R1 + VA - V0 ഡിവൈഡഡ് ബൈ RF ഈസ് ഈക്വൽ ടു 0. So this is equation 2, and we know that if we take VA as common from this, if I take VA as common, ഈ രണ്ട് ഇക്വേഷൻ 1/R1 + 1/RF എന്ന് കിട്ടും, ഈസ് ഈക്വൽ ടു V0 ഡിവൈഡഡ് ബൈ RF എന്ന് കിട്ടും. ഓക്കെ, V0 സോറി ഇവിടെ ഒരു VAയുടെ ഉണ്ട്. V0 + V1 ഡിവൈഡഡ് ബൈ R1. ഓക്കെ, സോ we can say that VA ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ RF + R1 ഡിവൈഡഡ് ബൈ R1 RF is equal to V0 R1 + V1 ഇവിടെയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ RF ഡിവൈഡഡ് ബൈ R1 RF എന്ന് കിട്ടും. സോ we can cancel these two. So you will get VA into RF plus R1 is equal to V0 into R1 V1 into
ആർ എഫ് എന്ന് കിട്ടും. ഓക്കെ. ഓൾസോ വി നോ ദറ്റ് വി എ ഈസ് ഈക്വൽ ടു വി ബി. ഈ രണ്ട് വോൾട്ടേജ് സെയിം ആണെന്ന് അറിയാം. വി എ ഈസ് ഈക്വൽ ടു വി ബി. പുട്ട് വി എ ആസ് വി ബി. ദറ്റ് ഈസ് വി ബി ഈസ് ഈക്വൽ ടു വി ടു മൾട്ടിപ്ലൈഡ് ബൈ ആർ എഫ് ഡിവൈഡഡ് ബൈ ആർ വൺ പ്ലസ് ആർ എഫ് ആണെന്ന് അറിയാം അല്ലേ. സോ അത് തന്നെയാണ് വി എ ആയിട്ട് വരിക. സോ യു ക്യാൻ സേ ദറ്റ് that is VB, put VA as VB. So you will get V2 multiplied by RF divided by R1 plus RF into RF R1. That is ഇവിടെ വന്ന R1 plus RF is equal to V0 R1 plus V1 RF. Okay, and these two are cancelled. So from that we will get V0 R1 is equal to V2 RF minus V1 RF. Okay, so V0 ഇതിന് RF കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ RF by R1 V2 minus V1. You get answer like that, where RF by R1 is a constant. RF by R1 is a constant, that is V0 is proportional to V2 minus V1, where V2 or V1 are the input voltages. So this circuit can be simply act as a voltage subtractor. Hope this is clear. ഇങ്ങനെ രണ്ട് ടെർമിനലിൽ ഞാൻ സിഗ്നൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് എ സബ്സ്ട്രാക്റ്റഡ് വോൾട്ടേജ് or ഡിഫറൻസ് വോൾട്ടേജ്. ആ ഡിഫറൻസ് വോൾട്ടേജിനെ ആംപ്ലിഫൈ ചെയ്ത് RF by R1 ഫാക്ടർ വെച്ചിട്ട് ആംപ്ലിഫൈ ചെയ്ത വോൾട്ടേജ് ആയിരിക്കും എനിക്ക് ഔട്ട്പുട്ട് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ദിസ് ഈസ് അബൌട്ട് ദ വോൾട്ടേജ് സബ്സ്ട്രാക്ടർ. ഞാനിപ്പോൾ ഈ പറഞ്ഞ വോൾട്ടേജ് സബ്സ്ട്രാക്ടർ സർക്യൂട്ട് ഇപ്പം ഞാൻ എങ്ങനെയാണ് ചെയ്തത്? ഞാൻ ചെയ്തത് ഇവിടെ വരുന്ന വോൾട്ടേജ് തന്നെ ഇവിടെ ആക്കി എടുത്തു. അതിനുശേഷം അപ്പം വി എ ഇൻ ദ ഫോം ഓഫ് V2 കിട്ടി. ദെൻ ഇവിടെ KCL അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് V0 ഇൻ ദ ഫോം ഓഫ് V2 ആൻഡ് V1 കിട്ടും. സോ ദാറ്റ് ഈസ് വാട്ട് ഐ ഡു. ഞാൻ അങ്ങനെയാണ് ഇതിൻ്റെ ആൻസറിലേക്ക് എത്തുന്നത്. ഓക്കെ, ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എങ്ങനെയാണ് ഇത് ചെയ്തതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്? ഞാൻ ഒന്നുകൂടെ പറയണോ ഇത് എങ്ങനെയാണ് ചെയ്തതെന്ന്? ക്ലിയർ ആണോ? ഓക്കെ, ഈ പ്രോബ്ലം തന്നെ നമുക്ക് പറഞ്ഞു. എന്താണ്? എവിടെയാണ് V1 V2 V3 കൊടുക്കുന്നത്? ഇപ്പം മൂന്നെണ്ണം കൊടുക്കുന്നത് ഒന്നില്ലെങ്കിൽ ഇവിടെ കൊടുക്കണം അല്ലേ, ഈ ടെർമിനലിൽ തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ ഇവിടെ കൊടുക്കണം അല്ലേ, അങ്ങനെയല്ലേ കൊടുക്കുക? എവിടെയെങ്കിലും കൊടുക്കണമല്ലോ, ഇൻപുട്ട് ടെർമിനലിൽ കൊടുക്കണം. ഇപ്പോൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഐ ആം അപ്ലൈയിങ് എ V3 വോൾട്ടേജ് ത്രൂ എ റെസിസ്റ്റർ R1 വഴി തന്നെ ഒരു V3 കൊടുക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇപ്പോൾ KCL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ VA മൈനസ് V1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് VA മൈനസ് V3 ഡിവൈഡഡ് ബൈ R1 പ്ലസ് VA മൈനസ് V0 ഡിവൈഡഡ് ബൈ RF എന്ന് കിട്ടും. അപ്പോൾ എന്ത് അവസാനം കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നതെങ്കിൽ V2 മൈനസ് V1 പ്ലസ് V3 എന്ന ഫോമിൽ നമുക്ക് കിട്ടും ഔട്ട്പുട്ട് വോൾട്ടേജ്. ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞ ക്ലിയർ ആയോ? ഓക്കെ, അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇതുപോലെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ആസ്പെക്റ്റിലൂടെ ചെയ്യാനായിട്ട് പറ്റും. ആ ആസ്പെക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ V2 ഇനീഷ്യലി V2 ഗ്രൗണ്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് V0 കണ്ടുപിടിക്കണം. V2 ഗ്രൗണ്ട് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ വാട്ട് ഈസ് V0 എന്ന് കണ്ടുപിടിക്കണം. അതിനുശേഷം V1 ഗ്രൗണ്ട് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ എന്താണ് എൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് കണ്ടുപിടിക്കണം.
അതിനുശേഷം ഇത് രണ്ട് വോൾട്ടേജുകളുടെ സമ്മായിരിക്കും എൻ്റെ ആക്ച്വൽ ഔട്ട്പുട്ട് വോൾട്ടേജ്. ക്ലിയറായോ? ഇതിന് ഞാനിപ്പം 2 വോൾട്ടേജ് സൈമുൾട്ടേനിയസ് ആയിട്ട് കൊടുക്കുന്നതിന് പകരം ഒരു വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കും. അതിനുശേഷം അടുത്ത ഇൻപുട്ട് സോഴ്സ് ഗ്രൗണ്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കും. ഇതിൻ്റെ രണ്ടിൻ്റെയോടെ ആകെത്തുകയായിരിക്കും, ഇതിൻ്റെ രണ്ടിൻ്റെയോടെ സമ്മായിരിക്കും എൻ്റെ ആക്ച്വൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന്. ഓക്കെ, അതായത് ഞാനിപ്പോൾ 2 സിഗ്നൽ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു സിഗ്നൽ മാത്രം ആദ്യം കൊടുക്കും, എന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് കാണും. അതിനുശേഷം അടുത്ത ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കും, അതിനുശേഷം അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് കാണും. അത് തമ്മിലുള്ള തുകയായിരിക്കും എൻ്റെ ആക്ച്വലായിട്ടുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. ക്ലിയറായോ? ഞാൻ പറഞ്ഞ ഐഡിയ ക്ലിയറായോ? ഞാൻ പറഞ്ഞ ഐഡിയ ക്ലിയറായോ? ഞാനത് ചെയ്യാം. അനദർ ആസ്പെക്ട്സ് ടു ഡു ദിസ് പ്രോബ്ലം. കാരണം ഈ ആസ്പെക്ട്സിലൂടെ ചെയ്യേണ്ടതായിട്ട് വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പ്രോബ്ലംസ് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് ഈ ആസ്പെക്റ്റിൽ ചെയ്യേണ്ടി വരും. അത് ഞാനൊരു പ്രോബ്ലം ചെയ്യിക്കുമ്പോൾ മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് ഇതുകൂടി പറഞ്ഞതെന്ന്. ഓക്കെ, ലെറ്റ് എൻ്റെ ഇനീഷ്യൽ V1 ഈസ് 0 വോൾട്ടേജ്. V1 ഈസ് ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണെന്ന് വിചാരിക്കുക ഈ സർക്യൂട്ടിൽ. അപ്പോൾ ഈ സർക്യൂട്ടിൽ V1 ഗ്രൗണ്ട് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? V1 ഇവിടെ ഗ്രൗണ്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ ഐ ആം ഓൺലി അപ്ലൈങ് V2. അപ്പോൾ എന്താണ് V0 വോൾട്ടേജ് എന്നാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഉള്ള എൻ്റെ V0 വോൾട്ടേജിനെ ഞാൻ V01 എന്ന് എടുക്കുകയാണ്. ആൻഡ് ദെൻ V0 ഈസ് ഈക്വൽ ടു V01. ഓക്കെ, സോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എൻ്റെ സർക്യൂട്ട് വിൽ ബിക്കം എൻ്റെ V1 0 ആണ്. So my circuit is become രണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ഒരുപോലെ തന്നെ കിട്ടണം. ആൻസർ ഒരുപോലെ തന്നെ കിട്ടേണ്ടതെന്ന് നോക്കാം. R1 RF. ഹിയർ വി ആർ അപ്ലൈങ് V1 ആണ് അപ്ലൈ ചെയ്യുന്നത്. V1 ഈസ് ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. ആൻഡ് V2 അപ്ലൈ ചെയ്യുമ്പോൾ V2 മാത്രമാണ് അപ്ലൈ ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിക്കുക. സോ വാട്ട് വിൽ ബി മൈ ഔട്ട്പുട്ട്? സോ ദിസ് ഈസ് RF, R1. ലെറ്റ് ദിസ് വോൾട്ടേജ് ഈസ് VB ആൻഡ് ദിസ് വോൾട്ടേജ് VA ആയിട്ടാണ് ഞാൻ എടുത്തത്. സോ വാട്ട് വിൽ ബി മൈ VB ഈസ് ആസ് VB എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞ പോലെ തന്നെ V2 ഇൻറ്റു multiplied by RF divided by R1 plus RF ആണ്. ഓക്കെ, സോ വാട്ട് ഈസ് V0? അപ്പോഴുള്ള ഔട്ട്പുട്ട് വോൾട്ടേജിനെയാണ് നമ്മൾ V01 എന്ന് പറയുന്നത്. 01 ഈസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് when V1 is equal to 0. ഓക്കെ, സോ അപ്പം ഞാൻ VAയിൽ ഞാൻ അതിനെ അപ്ലൈ ചെയ്താൽ അപ്ലൈ KCL അറ്റ് VA അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? VA അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ VA മൈനസ് V1 ഗ്രൗണ്ടാണ്. VA മൈനസ് 0 ഡിവൈഡഡ് ബൈ R1 പ്ലസ് VA മൈനസ് V0 ഡിവൈഡഡ് ബൈ RF ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇറ്റ് സോ ഇറ്റ്സ് നത്തിങ് ബട്ട് അത് നമ്മൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ VB വോൾട്ടേജ് കിട്ടിയിട്ടുണ്ട്, VBയുടെ വോൾട്ടേജ് കിട്ടിയിട്ടുണ്ട്. ശരിക്കും ഇതെന്താണ്? VB വോൾട്ടേജ് ഇവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ VB വോൾട്ടേജിനെ ഇനി നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ നമുക്കറിയാം. വാട്ട് ഈസ് ദ ഗെയിൻ ഓഫ് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ? 1 + RF ബൈ R1 എന്ന് നമുക്കറിയാം. സോ വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ്? ഞാൻ KCL ഒന്നും അപ്ലൈ ചെയ്യേണ്ട. ഞാൻ ഇനി ഓരോ സ്റ്റെപ്പ് ഓൾറെഡി നമ്മൾ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ നമ്മൾ കണ്ടാണ്. ദാറ്റ് ഈസ് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ഗെയിൻ ഈസ് 1 + RF ബൈ R1. സോ V01 എന്ന് പറയുന്നത് VB ഇൻറ്റു 1 + RF ബൈ R1 ആണ്. ഓക്കെ, വാട്ട് ഈസ് ദാറ്റ്? VB നമ്മൾ കണ്ടുപിടിച്ചു. V2 ഇൻറ്റു RF ഡിവൈഡഡ് ബൈ R1 പ്ലസ് RF R1
plus Rf divided by R1. So these two are cancelled. So what is V01? V01 is equal to V2 into Rf divided by R1. So this is question 1, V01. And also I am doing when V2 is 0, output voltage is V02. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇനീഷ്യലി ഈ വോൾട്ടേജ് ഗ്രൗണ്ട് ആക്കി വെച്ചു, എന്നിട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടുപിടിച്ചു. ഇനി ഈ വോൾട്ടേജ് ഗ്രൗണ്ട് ആക്കി വയ്ക്കും, ദെൻ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നു. വെൻ V2 ഈസ് 0, output is V02. So at that time the circuit will become minus plus നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഞാനിത് ഡൗട്ടില്ല എന്ന് കരുതിയാണ് പെട്ടെന്ന് പോകുന്നു. സോ V1 R of R1 V2 and V2 is grounded. Here V2 is grounded. So this is VA, this is VB. If V2 is grounded ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സപ്ലൈ വോൾട്ടേജ് ഒന്നുമില്ല. So VB is 0 voltage. VB 0 voltage. Okay, and hence the circuit is an inverting amplifier. അല്ല, if V2 0 ആണെങ്കിൽ VB 0 ആണ്, കാരണം ഇവിടെ സപ്ലൈ വോൾട്ടേജ് ഒന്നുമില്ല. ഇവിടെ VB 0 ആണെങ്കിൽ ഇറ്റ്സ് ജസ്റ്റ് എ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ. ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ എന്താണ്? ആൻഡ് ഇറ്റ്സ് ഗെയിൻ ഈസ് മൈനസ് RF by R1. So V02 is nothing but minus RF by R1 into multiplied by V1. Okay, so what is my final output? So final output V0 is nothing but V01 plus V02. Okay, what is V01? This V01, V01 is nothing but V2 into RF divided by R1. So V2 into RF divided by R1, and V02 is minus V1 into RF divided by R1. So RF divided by R1, if I take in common, minus V1 is the actual output. So this is I already got from the previous circuit. Previously നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് അങ്ങനെ തന്നെയാണ് കിട്ടിയത് അല്ലേ. V0 is equal to RF divided by R1, V2 minus V1. അപ്പോൾ നമുക്കത് രണ്ട് രീതിയിലും ചെയ്യാം. ഒന്നില്ലെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അത് കമ്പൈൻ ആയിട്ടും ചെയ്യാം. രണ്ട് രീതി ചെയ്യുമ്പോഴും നമുക്ക് സെയിം ആൻസർ തന്നെയാണ് കിട്ടുന്നത്. ക്ലിയർ ആയോ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്? ഇതുപോലത്തെ പ്രോബ്ലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, ആ ഐഡിയ ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാം. ഇത് പ്രീവിയസ് ഇയർ ചോദിച്ചൊരു പ്രോബ്ലമാണ്. സോ question: find the value of R4 such that V0 is equal to V2 divided by 3 minus 2V1. ഓക്കെ, ഔട്ട്പുട്ട് വോൾട്ടേജ് ഇത് കിട്ടണം. അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് R4 കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. And we have 5K V1
This is R4. This is 10K. So the V0 voltage should be V2 divided by 3 minus 2V1. Okay. Then what will be the value of R4? ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടണമെങ്കിൽ R4ൻ്റെ വാല്യൂ എന്തായിരിക്കണം എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു വോൾട്ടേജ് സബ്സ്ട്രാക്ടർ സർക്യൂട്ട് പോലെയാണ് ഇത് ആക്ട് ചെയ്യുന്നത്. നമുക്ക് കിട്ടേണ്ട വോൾട്ടേജ് V2 ഡിവൈഡഡ് ബൈ 3 മൈനസ് 2V1 ആണ് കിട്ടേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു സർക്യൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാമെന്ന് ഞാൻ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞു. ഇപ്പം ഒരു വോൾട്ടേജ് സപ്ലൈ ഗ്രൗണ്ടാക്കി വെച്ചിട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് കാണുക, അടുത്ത് ഗ്രൗണ്ടാക്കി വെച്ചിട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് കാണുക, അത് തമ്മിൽ ആഡ് ചെയ്താൽ മതിയാവും. ഓക്കെ, അങ്ങനെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് V0 കിട്ടുന്നത്. അങ്ങനെ V0 എന്ന് പറയുന്നത് V2 ഡിവൈഡഡ് ബൈ 3 മൈനസ് 2V1 ആവണം. അങ്ങനെയാണെങ്കിൽ ഈ R4ൻ്റെ വാല്യൂ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പോൾ ഇപ്പോൾ എൻ്റെ V2 എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇനീഷ്യലി V1 ഈസ് ഗ്രൗണ്ടഡ് ആണെന്ന് വിചാരിക്കുക. V1 ഗ്രൗണ്ടഡ് ആണെങ്കിൽ എൻ്റെ V0 എന്തായിരിക്കും? If V1 is ground, then V0 എന്തായിരിക്കും? V0 നെ ഞാൻ V0 is I just taken as V0 is V01 ആയിട്ട് എടുക്കുകയാണ്. സോ ലെറ്റ് ദിസ് വോൾട്ടേജ് ഈസ് VV. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ ഈ വോൾട്ടേജ് VI ആയിട്ട് എടുക്കുക. സോ ആ ടൈമിൽ എൻ്റെ VB എന്ന് പറയുന്നത് if V1 is grounded, my VB is equal to is nothing but V2 into 10K divided by R4 plus 10K. Okay, that is my VB, and this is now it's an non-inverting amplifier, and its gain is, what is its gain? Gain is nothing but 1 plus RF by R1 into VB ആണ്. So V01 is equal to 1 plus RF by R1, that is 10 by 5, 10K by 5K RF by R1 into V2 10K divided by R4 plus 10K. Okay, that is V01. അതിവിടെ നിൽക്കട്ടെ. This is V01, and by V02, when V2 is 0 voltage, output voltage is V02. So what will be that voltage? That voltage is become V1 into minus 10 by 5K, isn't it? അല്ല, ഇത് ഗ്രൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ആൻ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ V1 ഇൻറ്റു മൈനസ് RF by R1 ഈസ് ഈക്വൽ ടു V02. V02. What is my output voltage? Is nothing but V01 plus V02. So I got this equation, that is this is minus V1 minus 2V1. So and this is 1 by 10K plus 5K, that is 3. 5 by 10, 5 10 ക്യാൻസൽ ചെയ്ത് 2 എന്ന് കിട്ടും. 2 plus 1 3 എന്ന് കിട്ടും. So V2 into 3, so it's nothing but 3V2 into 10K divided by R4 plus 10K, 10K divided by R4 plus 10K.
minus 2v1 is v0. So this is my v0. But നമ്മളോട് R4 കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ്? V2 ഡിവൈഡഡ് ബൈ 3 മൈനസ് 2v1 ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. അങ്ങനെ ആവണമെങ്കിൽ R4ൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ given v0 as v2 ഡിവൈഡഡ് ബൈ 3 മൈനസ് 2v1. എന്താണ് നമുക്ക് ഇക്വേഷൻ 1ൽ കിട്ടിയത്? ഇക്വേഷൻ 1ൽ കിട്ടിയത് minus 3v2 into 10k divided by R4 plus 10k minus 2v1 എന്നാണ് കിട്ടിയത്. ഓക്കെ, കമ്പയർ ദീസ് ടു ഇക്വേഷൻ. ദിസ് ഈസ് ഇക്വേഷൻ 1. കമ്പയർ ദീസ് ഇക്വേഷൻ. ഇത് രണ്ടും കോമൺ ആണെന്ന് നമുക്കറിയാം. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദിസ് വൺ? ദറ്റ് ഈസ് 1/3. 1/3 is equal to minus 3 into 10k divided by R4 plus 10k. കാരണം ഇവിടെ V2ൻ്റെ സൈഡിൽ കോമൺ ആയിട്ടുള്ളതാണ് അല്ലേ, ഇത്രയും കോമൺ ആയിട്ടുള്ളതാണ്. സോ വാട്ട് വിൽ ബി ദ വാല്യൂ? not minus, why this minus came? So this is not. Okay, so what will be the value? That is R4 plus 10k. 10k is equal to 90k. R4 is equal to 80. Okay. 1/3 is equal to 3v. ഈ വാല്യൂ കിട്ടിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? മനസ്സിലായില്ലേ? കാരണം V2 ഇവിടെ മൈനസ് 2v1 രണ്ടും കോമൺ ആണ്. സോ V2 ഡിവൈഡഡ് ബൈ 3 is equal to 3v2 ഇൻറ്റു 10k ഡിവൈഡഡ് ബൈ R4 പ്ലസ് 10k എന്ന് കിട്ടും. സോ അതിൽ നിന്ന് നമ്മൾ R4 കണ്ടുപിടിക്കും. ഓക്കെ, സോ R4 ഈസ് ഈക്വൽ ടു 80k എന്ന് കിട്ടും. ഇതുപോലത്തെ ഡിഫറെൻറ്റ് ടൈപ്സ് പ്രോബ്ലംസ് ഉണ്ട്. നിങ്ങൾ തന്നെ അതൊന്ന് ഞാൻ ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തരാം. ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് നോക്കൂ. ഈ പ്രോബ്ലം ക്ലിയർ ആയോ നിങ്ങൾക്ക്? എങ്ങനെ ചെയ്യുന്നതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും സ്റ്റെപ്പ് ചെയ്തതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? നിങ്ങളിതൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്തോടെ നോക്കണം കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തോടെ നോക്കണം. ഓക്കെ, ഞാൻ ഒരു പ്രോബ്ലം കൂടി തരാം. അത് നിങ്ങൾ ജസ്റ്റ് ഹോംവർക്ക് പോലെ ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ നമ്പർ 2. In the given circuit, if the voltage at input V1 and V2 are amplified by same amplification factor, then find value of R, or R should be എന്തായിരിക്കണം എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, സോ ഐ ജസ്റ്റ് ഗിവൺ ദ സർക്യൂട്ട്.
this is V2, this is V1, 10k, 15k, 22k, and this is R. Okay, the question is, in the given circuit, if the voltage at input V1 and V2 are amplified by the same amplification factor. ഈ V1ഉം V2ഉം സെയിം ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ വെച്ചിട്ട് ആംപ്ലിഫൈ ചെയ്യണമെങ്കിൽ ആറിൻ്റെ വാല്യൂ എന്തായിരിക്കണം എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ സെയിം ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ V2 ആംപ്ലിഫൈ ചെയ്യുന്ന ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എത്രയാണ്? ഇവിടെ V2 ആംപ്ലിഫൈ ചെയ്യുന്ന ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് V1 ഗ്രൗണ്ട് ചെയ്ത് വയ്ക്കുക. V1 ഗ്രൗണ്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്താണ്? 1 + 22 / 10, ദാറ്റ് ഈസ് 2.2 + 1, ദാറ്റ് ഈസ് 3.2 ആണ് V2 ആംപ്ലിഫൈ ചെയ്യുന്ന ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ. ആ സെയിം ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ കൊണ്ട് തന്നെ V1ഉം ആംപ്ലിഫൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആറിൻ്റെ വാല്യൂ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ നിങ്ങൾക്ക്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്നുകൂടെ പറയണോ? ഓക്കെ, അപ്പം നിങ്ങൾ തന്നെ ഒന്ന് കണ്ടുപിടിക്കുക. V2ഉം V1ഉം സെയിം ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ വെച്ചിട്ട് ആംപ്ലിഫൈ ചെയ്യണമെങ്കിൽ ഈ ആറിൻ്റെ വാല്യൂ എന്തായിരിക്കണമെന്ന് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, നിങ്ങൾക്ക് കണ്ടുപിടിക്കാമല്ലോ അല്ലേ ഇത്? ഓക്കെ, ഇനി പ്രീവിയസ് ഇയർ നെറ്റിൻ്റെ വേറൊരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 3. Find the gain of circuit. Okay, so you have to find the gain of the circuit. V0, V in, R, 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 R. Okay, so this is the circuit and you have to find out the overall gain of the circuit. You have to find out the overall gain of the circuit. ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ലാസ് എടുക്കുമ്പോൾ മിണ്ടാണ്ടിരുന്നോളെന്ന്. മിണ്ടാണ്ടിരുന്നോളെ രണ്ടുപേരാണെങ്കിലും. ഓക്കെ, you have to find out the entire gain of the circuit. എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? ശരിക്കും നമുക്കറിയാം, ദിസ് ഈസ് ആൻ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണെന്ന് പറയാം. അതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് RF/R1 ആണെന്ന് അറിയാം. ഓക്കെ, ഇവിടെ RF എന്ന് പറയുന്നത് എന്താണ്? RF എന്ന് പറയുന്നത് എൻ്റയർ സർക്യൂട്ടിൻ്റെ ഗെയിനാണ് RF എന്ന് പറയുന്നത്. ഓക്കെ, എൻ്റയർ സർക്യൂട്ടിൻ്റെ ഗെയിൻ അല്ല, എൻ്റയർ സർക്യൂട്ട് ഈ റെസിസ്റ്റീവ് നെറ്റ്വർക്കിൻ്റെ എൻ്റയർ ആയിട്ടുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് RF എന്ന് പറയുന്നത്. ആ RF ഡിവൈഡഡ് ബൈ ദിസ് റെസിസ്റ്റൻസ് ആണ് ഇതിൻ്റെ ഗെയിൻ. പക്ഷേ ഇത് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ ഈക്വലൻ്റ് ആയിട്ടുള്ള RF കണ്ടുപിടിക്കാനായിട്ട് പാടായ കാരണം നമ്മൾ എന്ത് ചെയ്യും? ഓരോ പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് നമ്മൾ KCL അപ്ലൈ ചെയ്ത് പോകും. ലെറ്റ് this point is VA potential and this point is VB potential and this point is VC potential and this point is VD potential. അപ്പോൾ എന്ത് കിട്ടും? ഇപ്പോൾ ഇഫ് ഐ അപ്ലൈ KCL അറ്റ് ദിസ് നോഡ്, VA നോഡിൽ ഞാൻ KCL അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ വിൽ ഗെറ്റ് VC ഇൻ ദ ഫോം ഓഫ് Vin കിട്ടും. ആൻഡ് ഇഫ് ഐ അപ്ലൈ KCL അറ്റ് ദിസ് നോഡ്, VC നോഡിൽ ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ വിൽ ഗെറ്റ് VD ഇൻ ദ ഫോം ഓഫ് Vin കിട്ടും. ഇഫ് ഐ അപ്ലൈ KCL അറ്റ് VD നോഡ് ഐ വിൽ ഗെറ്റ് V0 ഇൻ ദ ഫോം ഓഫ് Vin കിട്ടും. Once I got V0 in the form of Vin, I just divide V0 divided by Vin,
then you will get the gain. Overall gain നമുക്ക് കിട്ടും. ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞ ഐഡിയ ക്ലിയർ ആയോ? ഇനീഷ്യലി ഇഫ് യു അപ്ലൈ KCL at this node, VA നോഡിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് VC ഇൻ ദ ഫോം ഓഫ് VIN. എങ്ങനെ കിട്ടുന്ന? VA മൈനസ് VIN ഡിവൈഡഡ് ബൈ R1, R1 അല്ല R, പ്ലസ് VA മൈനസ് VC ഡിവൈഡഡ് ബൈ R ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടുമ്പോൾ VC ഇൻ ദ ഫോം ഓഫ് VIN കിട്ടും. What will be the VC? VC is nothing but minus V എന്ന് കിട്ടും. And if I apply KCL at this node, VC minus VA divided by R plus VC minus 0 divided by R plus VC minus VD divided by R എന്ന് ചെയ്യുമ്പോൾ you will get VD in the form of VC. VC already we got in the form of VIN, so VD in the form of VIN കിട്ടും. And then I apply VD KCL at VD, point VD. So VD minus VC divided by R plus VD minus 0 divided by R plus VD minus V0 divided by R എന്ന് പറയുമ്പോൾ VD in the form of V0 and VIN കിട്ടും. So VD is already VIN ഫോമിലാണ്. So you will get V0 in the form of VIN. Once you got V0 in the form of VIN, divide the V0 by VIN, you will get the gain. ക്ലിയർ ആയോ? എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ക്ലിയർ ആയോ? ഐഡിയ ക്ലിയർ ആണോ? ഓക്കെ, നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കൂ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. ഞാൻ ചെയ്യാം, പക്ഷെ ഞാൻ ചെയ്യുന്നത് നോക്കണ്ട. നിങ്ങൾ തന്നെ നിങ്ങളുടെ ബുക്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ, ഇതിൻ്റെ ആൻസർ കണ്ടെത്താൻ പറ്റുമെന്ന്. VA minus VIN divided by R plus VA minus VC divided by R is equal to 0. Put VA as 0 is a virtual ground. So that is VC is equal to nothing but minus V. And then next apply KCL at VC. Then you will get VC minus VA divided by R. Put VA is equal to 0 and VC is nothing but minus V. Minus V in, then you will get minus V. That is minus 3V in not V0, it's VD. Then apply KCL at VD, and what will be the value?
got minus 8Vn. So I got V0 by Vn is equal to minus 8. So the gain is minus 8. That means minus indicating the connection is in inverting amplifier. Okay. എല്ലാവർക്കും കിട്ടിയോ? ഇതിൻ്റെ ആൻസർ കിട്ടിയോ? മൈനസ് 8 ആയിട്ട് കിട്ടിയോ? മൈനസ് 8 ആയിട്ട് എല്ലാവർക്കും ആൻസർ കിട്ടിയോ? ആരും ഇടുന്നില്ലല്ലോ. കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ആക്ച്വലി വി സി മൈനസ് വി ഇനായിട്ട് കിട്ടിയോ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ ചോദിക്കാം. വി സി മൈനസ് വി ഇനായിട്ട് കിട്ടിയോ? വി സി ഈസ് ഈക്വൽ ടു മൈനസ് വി ഇൻ. ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? വി സി കിട്ടിയായിരുന്നോ മൈനസ് വി ഇനായിട്ട്? വി ഡി കിട്ടിയോ? മൈനസ് 3V ഇന്ന് കിട്ടിയോ? ഓക്കെ, സോ വി ഡി മൈനസ് 3V ഇന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദെൻ V0 ബൈ വി ഇൻ മൈനസ് 8 എന്ന് കിട്ടും. കാരണം വി ഡി മൈനസ് വി സി ഡിവൈഡഡ് ബൈ ആർ പ്ലസ് വി ഡി മൈനസ് 0 ഡിവൈഡഡ് ബൈ ആർ പ്ലസ് വി ഡി മൈനസ് V0 ഡിവൈഡഡ് ബൈ ആർ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ ഫ്രം ദാറ്റ് വി ഡി apply VD as minus 3V in and VC as minus V in. So you will get V0 by V in as minus 8. എന്തുകൊണ്ടാണ് മൈനസ് വന്നത്? ഇത് ഇൻവെർട്ടിംഗ് ടെർമിനലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് മൈനസ് കിട്ടിയത്. ഓക്കെ, ഞാൻ പറഞ്ഞു ഓൾമോസ്റ്റ് എല്ലാ പ്രോബ്ലവും തന്നെ ഈ ഓപ്പറേഷൻ ആംപ്ലിഫയർ വെച്ചിട്ട് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ പ്രോബ്ലം KCL വെച്ചിട്ടാണ്, കിർച്ചോഫ് കറണ്ടിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളുമാണ്, പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. ഒന്നോ രണ്ടോ ലോജിക്ക് മതി. അതിനകത്ത് ആ ഗോൾഡൻ റൂൾസ് നമുക്ക് അറിയണം ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ. ദെൻ വി ക്യാൻ ഈസിലി ഡു ദ പ്രോബ്ലംസ്. ഓക്കെ ഫൈൻ. ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് രണ്ട് പ്രോബ്ലംസ് ഞാൻ നിങ്ങൾക്ക് അസൈൻമെൻറ്റ് പോലെ തരാം. സിമിലർ ആയിട്ടുള്ള പ്രോബ്ലംസാണ്. നിങ്ങളതൊന്ന് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിന് മുമ്പ്. ഓക്കെ, സോ ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ക്ലാസ്സും ഇതിനകത്ത് ചെയ്യിച്ച പ്രോബ്ലമായിട്ട് എവിടെയെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം. ഉറപ്പായിട്ടും പിന്നെ നിങ്ങൾക്ക് ഈ എക്സാമിന് തരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലാത്തതാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എനിക്ക് വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. ഇപ്പോൾ ഒരാൾക്കാണ് കിട്ടാത്തുള്ളൂവെങ്കിൽ ഞാൻ അയാൾക്ക് മാത്രമായിട്ടാണ് ഞാൻ പേഴ്സണലായിട്ട് ആൻസേഴ്സ് അയച്ചു കൊടുക്കുന്നത്. ഇപ്പം ഒന്നോ രണ്ടോ പേർക്ക് കിട്ടുന്നില്ലെങ്കിൽ ഞാനത് ക്ലാസ്സിലായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, പലരും ചോദിക്കുന്നുണ്ട്. ചോദിക്കാത്തവർക്ക് കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കിട്ടുന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം, ഏത് സമയത്ത് വേണമെങ്കിലും ചോദിക്കാം. ഞാൻ ഫ്രീ ആവുന്നതിൻ്റെ അനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് ആൻസർ ചെയ്തു തരാം. ഓക്കെ, നമുക്കത് ഡിസ്കസും ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളതിന് ചെയ്യാതിരിക്കരുത്. നിങ്ങൾക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയത് ശരിയാണോ എന്ന് ഡൗട്ടായിട്ട് നിങ്ങൾ ഒരിക്കലും വെക്കരുത്. കാരണം സിമിലറായിട്ടുള്ള പ്രോബ്ലംസ് മൈറ്റ് ബി നെറ്റിന് തന്നെ ചോദിച്ചേക്കാം. അപ്പോൾ അന്നേരം നിങ്ങൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. നിങ്ങൾക്ക് എക്സാമിന് തരുന്നത്, നിങ്ങൾക്ക് ഇവിടെ ഓരോ ആഴ്ചയിലും തരുന്ന എക്സാമിന് തരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുക. ചെയ്തിട്ട് കിട്ടുന്നില്ല അല്ലെങ്കിൽ സംശയമുണ്ട്, ആൻസർ അതാണ്, ആൻസർ കീഴിൽ തന്നിരിക്കുന്ന ആൻസർ ആയിട്ട് മാച്ച് ചെയ്യുന്നത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ചോദിക്കും. ഓക്കെ, സോ ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു വെരി മച്ച്.